വിദ്യാർത്ഥി സംഘർഷങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് പോലീസിനും തലവേദനയാകുന്നു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മാത്രം കോളേജുമായി ബന്ധപ്പെട്ട് നടന്ന വിവിധ സംഘർഷങ്ങളിലായി 34 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഒറ്റപ്പാലം NSS കോളേജിൽ വിദ്യാർത്ഥി സംഘർഷങ്ങൾ പതിവാകുന്നതായി പോലീസിന്റെ എഫ്ഐആറുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മാത്രം 8 കേസുകളിലായി 34 പേർ പ്രതികളായിട്ടുണ്ട്. ഇതിൽ ഒരു കേസിൽ 4 വിദ്യാർത്ഥികൾ റിമാൻഡ് ആകുന്ന സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോളേജിലെ ക്രമസമാധാന പാലനത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ കോളേജിന് പുറത്തുള്ള 6 പേർ റിമാൻഡിലായിരുന്നു. ഇത്തരം സംഘർഷങ്ങൾ തുടർക്കഥയാകുമ്പോൾ കോളേജിനുള്ളിലെ ക്രമസമാധാനം നിലനിർത്തുന്നതിനും അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഇടപെട്ട് ഈ അധ്യയന വർഷം തുടക്കത്തിൽ കോളേജിലെ അധ്യാപകരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേർന്നിരുന്നു. ഇതിന് പിന്നാലെ ഡിവൈഎസ്പി തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി നേതാക്കളെ വിളിച്ചു ചേർത്ത് യോഗം ചേർന്നിരുന്നു. ഇതുകൂടാതെ സബ് കളക്ടറുടെ ചേംബറിലും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ വിളിച്ചു ചേർത്തുള്ള ചർച്ചകൾ നടന്നിരുന്നു. കോളേജിനുള്ളിൽ സംഘർഷങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഇടപെടലുകൾ വിവിധ തലങ്ങളിൽ പോലീസ് നടത്തിയെങ്കിലും വീണ്ടും സംഘർഷമുണ്ടായി. കോളേജിൽ ജൂലൈ 1 ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചു. ഇതിൽ 9 പേർക്കെതിരെ കേസെടുത്തു. കേസിൽ പ്രതികളാകുന്ന പല കുട്ടികളുടെയും രക്ഷിതാക്കൾ തങ്ങളുടെ മക്കൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ട വിവരം പോലും അറിയുന്നില്ല എന്നതാണ് വസ്തുത. പല വിദ്യാർത്ഥികളും തുടരെ കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്നുണ്ടെന്നാണ് എഫ്ഐആറുകൾ സൂചിപ്പിക്കുന്നത്. കാപ്പയ്ക്ക് മുന്നോടിയായിട്ടുള്ള നടപടികൾക്ക് വിധേയരായ വിദ്യാർത്ഥികൾ പോലും കോളേജിൽ ഉണ്ടെന്നാണ് വസ്തുത. സംഘർഷങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഒറ്റപ്പാലം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോളേജിൽ കാവൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിനാൽ പൊതുജനങ്ങളുടെ പല ക്രമസമാധാന പ്രശ്നങ്ങളും പരിഹരിക്കാൻ കാലതാമസം നേരിടുന്നു എന്നതാണ് വാസ്തവം.